ഹായ് കൂട്ടുകാരി, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വിളവെടുപ്പ് കേട്ടോ, കുറച്ച് വിളവെടുക്കാനുണ്ട്. അത് നിങ്ങളെ കൂടെ കാണിച്ചു ഇന്നിവിടെ റെഡ് അലർട്ടൊക്കെയാ, ഭയങ്കര മഴയാ. എന്നാലും ഞാൻ പോയി നോക്കട്ടെ എന്തൊക്കെ ഉണ്ടാകും. വരി, നിങ്ങൾക്കും കാണാലോ. അതൊക്കെ ബീൻസ് ഉണ്ടായിട്ട് പറിക്കാൻ വരയിട്ട് മൂത്ത് പോയിതാ, നല്ല മൂത്ത്. ഞാൻ മൂത്തതിന് വിത്തിന് വെക്കാലോ, അത് വിചാരിച്ച് പറിക്കുന്നു. ഇഷ്ടം പോലെ കായ്ച്ചിരുന്നു. മഴയായിട്ട് പുറത്തിറങ്ങില്ല. ഇന്നാണ് ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങാൻ കണ്ടത്. അതൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം. ഇനി വേറെ നട്ടുണ്ടാക്കാം. വിത്ത് കിട്ടിയല്ലോ, വിത്തിന് പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. ഇതേപോലെ ഉണ്ടായിരുന്നു. ഫുള്ളങ്ങ് പറിച്ചെടുക്കട്ടെ. ചെടിമൻ തന്നെ മുളച്ചു കേട്ടോ. ഇതൊക്കെ നമുക്ക് നട്ടു കൊടുക്കാം. ഇതാ നല്ലൊരു കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇത്രയും വലുതായത് ഞാൻ കണ്ടില്ലായിരുന്നു. മഴ കാരണം കൊണ്ട് വന്ന് നോക്കിയില്ലായിരുന്നു. ഏതായാലും ഇതങ്ങ് വിളവെടുക്കട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സൂപ്പർ കോളിഫ്ലവറാ. ഇവിടെ ഒരു കോളി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വിളവെടുക്കുന്നില്ല, ഇന്ന് ഒന്നേ എടുത്തുള്ളൂ. വേറൊന്ന്, പക്ഷെ ഇത് വിളവെടുക്കാൻ സമയമായിട്ടുണ്ട്. എന്താ മേലെന്തെല്ലാം പൊന്തി വരുന്നുണ്ട്. പക്ഷെ ഒന്ന് എടുത്തു പോയില്ലേ, ഇതവിടെ നിൽക്കട്ടെ, നാളെ എടുക്കാം. നാലാമത്തെ കോഴി. ഇത് പിന്നെ കുഞ്ഞാ ആകുന്നേ ഉള്ളൂ. ഇവിടെ ഒരു കാബേജ് ഉണ്ടായേ കണ്ടോ, അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് വിളവെടുക്കുന്നില്ല, ഇന്ന് കോഴി വിളവെടുത്തല്ലോ. ഇതാ വേറൊരു കാബേജ്. രണ്ട് കാബേജ് ഇപ്പൊ അവിടെ ഉണ്ട്. ഞാനിപ്പോ അന്നാ അത് കാണുന്നത്. മഴ കാരണം കൊണ്ട് വന്ന് നോക്കിയില്ലായിരുന്നു. ഇത്രയും ഉഷാറായത് കണ്ട ഇന്നാ. വേറൊരു കാബേജ്. കറിവേപ്പില വറക്കട്ടെ. ഒക്കെ വളടാത്ത നല്ല കറിവേപ്പിലല്ലേ, മരുന്നടിക്കാത്ത. ഉഷാറായിട്ടുണ്ടായി. മത്തഞ്ചപ്പ് കണ്ടില്ലേ, കുറച്ച് മത്തഞ്ചപ്പ് വറക്കട്ടെ. തോരൻ ഉണ്ടാക്കിയ സൂപ്പർ. ഈ മഴയത്ത് ഇലക്കറികളൊക്കെ കഴിക്കണല്ലോ. പൂവിടാൻ ഒരുങ്ങുന്നുണ്ട്. അവിടെയൊക്കെ പൂവിടാൻ ഒരുങ്ങി. ഓണാകുമ്പത്തിനേക്കാവും. എന്റെ പയറിന്റെ നീളം കണ്ടോ, ഇത്രങ്ങാനും വലിപ്പുണ്ട്. ഇത്രയും നീളമുണ്ട്. ഇതങ്ങ് പറിക്കട്ടെ. കണ്ടില്ലേ, പറിച്ചു കൊടുത്താലേ ഇത് ഉണ്ടാവുള്ളൂ. വേഗം പൊട്ടിച്ചു കൊടുക്കണം. നല്ല സൂപ്പർ ചീരയാ. ഫുള്ള് പറിച്ചിട്ട് കാണിച്ചു തരാം. പച്ചമുളക് പറിക്കട്ടെ. കുറേ ഉണ്ട്, അപ്പുറത്തുനിന്നൊക്കെ പറിക്കാനുണ്ട്. ഈ മഴയത്ത് എൻ്റെ വാഴ വീണ് കിടക്കുന്നത് കണ്ടോ, നല്ലൊരു കൊല വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൊട്ടിയിട്ടില്ല, പിരിഞ്ഞങ്ങ് വീണതാ. അതുകൊണ്ട് ഇതിവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് കിടന്നിട്ട് മൂത്തോടുന്നാ പറയുന്ന എല്ലാവരും. നല്ല കൊലയാ, വലിപ്പമുള്ളത്. അവിടം വരെ ഉണ്ട്. ഇതെന്റെ ചൈനീസ് ഓറഞ്ചാ. ജ്യൂസ് ഉണ്ടാക്കാൻ ഫസ്റ്റാ. വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പേടിക്കേ വേണ്ട. ഓടിങ്ങ് വരിക, ജ്യൂസ് അടിക്കാൻ ഇതങ്ങ് പറിക്കുക. എന്തൊരു സൂപ്പറാന്നറിയോ. പക്ഷെ കൂടുതൽ ഞാൻ പറിക്കുന്നില്ല, നമുക്ക് ആവശ്യമില്ലല്ലോ. 2-3 മതിയല്ലോ. മുറ്റത്തന്നെ ഉള്ളത് കൊണ്ടേ നല്ല അടിപൊളിയാ. എല്ലാരും ഇങ്ങനത്തെ തൈയൊക്കെ വാങ്ങി നട്ടോളൂ കേട്ടോ. ഇത്രയും എടുക്കുന്നുണ്ടോ കൂട്ടുകാരെ. എന്റെ റംബൂട്ടാൻ കണ്ടോ, അടിപൊളിയാ. ഇത്രയാ ഉണ്ടായത്. ഇവിടൊക്കെ റംബൂട്ടാനാ. മേലങ്ങോട്ട് നോക്കിയാൽ അവിടെ ഇഷ്ടം പോലെയാ. ഒന്നും ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ഇനിയും 2 മാസം എടുക്കും തോന്നുന്നു ഇതൊന്ന്
മഞ്ഞയാ, നന്നായിട്ട് നല്ല മാംസളം, നന്നായിട്ട് നല്ല ടേസ്റ്റാ. ചുവപ്പല്ല, മഞ്ഞയാ അത്. ഇത് കണ്ടോ, ഈ ചീരയാണ് ചായമൻസ. ഈ ചായമൻസ ഷുഗർ രോഗികൾക്ക് ഫസ്റ്റാ ഈ ചീര കഴിക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് കഴിക്കണം എന്നാ. ഞാൻ ഇന്നത് വിളവെടുക്കുന്നില്ല, കാരണം എനിക്ക് കുറെ ഉണ്ടല്ലോ വിളവെടുത്തത്. ഇതെന്റെ ചീരച്ചേമ്പാട്ടോ. ചീരച്ചേമ്പ് ഇന്ന് പറിക്കുന്നില്ല, ഉണ്ടല്ലോ, വേറെ കുറെ ഉണ്ടല്ലോ. ചീരച്ചേമ്പിന്റെ വീതി നോക്ക്, എന്താ വീതി. ഒരു 4 ഇല മതി നമുക്ക്, അതിന്റെ തണ്ടും. എന്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വരുമ്പോ എന്റെ മുറ്റത്ത് വന്നപ്പേ എന്റെ പൂക്കളെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളൊന്ന് കാണിച്ചു തരാന്നേ ഉള്ളൂ. ഈ ഡെയ്സി എന്തൊരു ഭംഗിയാ കാണാന്. മഴ പെയ്തിട്ടൊന്നും ഇതിനൊരു പ്രശ്നവും കേട്ടോ. പക്ഷെ മഴ നേരിട്ട് കൊള്ളുന്നില്ല, ഞാൻ തണലത്താ വെച്ചത്. അപ്പൊ എന്റെ വിളവെടുപ്പുകൾ എല്ലാവരും കണ്ടില്ലേ? ഇഷ്ടായി വിചാരിക്കുന്നു. ഇതാ വിളവെടുത്തത് ബീൻസ് പറിക്കാൻ വരെ ഉപ്പേരി വെക്കാനായിരുന്നു. പക്ഷെ മൊത്തം മൂത്തുപോയി, മൂത്തിട്ട് അങ്ങ് ഉണങ്ങിപ്പോയി. ചിലത് മുള വന്നിച്ചു. ഞാൻ ഇന്ന് നടാൻ വിചാരിച്ചതായിരുന്നു. ഇതിന് ഉപ്പേരിക്ക് പറ്റൂല. അപ്പൊ ബീൻസ്, പച്ചച്ചീര, മത്തൻ ചപ്പ്, കോഴി അന്നെ ഞെട്ടിച്ചിട്ടോ. കോഴി നല്ല വലിപ്പുണ്ട്. മഴ പെയ്തുകൊണ്ട് കുറച്ചൊരു കളർ മാറ്റം വന്നിട്ടുണ്ട്. ഇത് ചെറുപ്പം തന്നെയാണ്, ഇത് മൂത്തങ്ങ് ആയിട്ടൊന്നുമില്ല. കോഴി, കുറച്ച് കറിവേപ്പില, അങ്ങ് ആൾക്കാരും മഴ കൊള്ളുന്നുണ്ടാവുന്നത്, അപ്പൊ അങ്ങ് പറിച്ചതാ. പിന്നെ മാങ്ങ, ഇത് 2 എണ്ണം പറിച്ചു, 1 കേടുണ്ടെങ്കിൽ 1 ഉള്ളൂ. പച്ചമുളക്, പിന്നെ കാണിക്കുന്ന ഇതാ നീളംപയറിന്റെ വലിപ്പം നോക്ക്. ഞാൻ നട്ടിന്ന് പോന്നതിന്റെ വലിപ്പം എത്രങ്ങാനും ഉണ്ട്. എന്താ ഇത്ര കൈക്കിന് എത്ര ഉണ്ട് കേട്ടോ. നീളംപയർക്ക് മതി, എനിക്ക് ഉപ്പേരിക്ക് മതി. പിന്നെ ഞാന് ജ്യൂസിന്റെ സമയമൊക്കെ തെറ്റിയിരുന്നു. എന്നാലും ഞാൻ അവിടെ 2-3 ജ്യൂസ് അടിക്കാതെ വെച്ച് 2-3 അങ്ങ് പറിച്ചതാ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.